ഗൈസ്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന റൂമിലെ ഇതാണ് എൻ്റെ റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ക്രാഫ്റ്റ് സ്പേസും. ഈ റൂം ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. കുറേ പൊടി പിടിച്ച് ഞങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളും പിന്നെ അലക്കിയ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അയയൊക്കെ കെട്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് കുറേ സമയം എടുത്താണ് ഞാനൊരു ടേബിൾ വാങ്ങിയതും ഈ ഒരു ഓർഗനൈസറായിട്ടുള്ള തട്ടൊക്കെ മേടിച്ചത്. സോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ റൂമിൽ എനിക്ക് കൊണ്ടുവരണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. കുറേ കാലം ഞാൻ വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ മുറി അത്ര എസ്തെറ്റിക് അല്ലല്ലോ, ഒരു വൈറ്റ് ചുമര് പോലും ഇല്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം കൊണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവഞ്ച്വലി എനിക്ക് തോന്നിയത് നമ്മളുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടുപിടിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇനിയും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. സോ ഞാൻ എൻ്റെ മഞ്ഞ ചുമരിനെ സ്നേഹിച്ചു തുടങ്ങി. ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ആലോചിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ടേബിളും ഈ ഒരു തട്ടും ഈ കാണുന്ന കേർട്ടൻസും ഒക്കെ ഞാൻ ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇനിയും ഒരുപാട് സാധനങ്ങൾ ഈ റൂമിലേക്ക് കൊണ്ടുവരണമെന്നും വാങ്ങിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നും, ഒരു അഗാധമായ ഒരു കമ്പാരിസൺ വരുന്നു, എനിക്ക് അതുപോലത്തെ റൂംസ് ഇല്ലല്ലോ എന്ന്. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, നമ്മളുള്ളതിൽ അത് ഹാപ്പി ആയിട്ട് അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരുന്നോ അതിലേറെ സന്തോഷം വേറെ ഒന്നുമില്ല. ഇവഞ്ച്വലി നമ്മൾക്കും ഇതൊക്കെ അഫോർഡ് ചെയ്യാനും മേടിക്കാനും ഒക്കെ പറ്റും. ഇപ്പം നിങ്ങളാരെങ്കിലും ഇതേപോലെ റൂം സ്പേസിൽ വൈറ്റ് ചുമരില്ലാന്നോ അങ്ങനെ എന്തെങ്കിലും കരുതിയിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ആ ഉള്ള സ്പേസിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ക്രിയേറ്റിവിറ്റി, നിങ്ങളുടേതായ ഒരു കുഞ്ഞ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. അപ്പോൾ ഇനിയും കുറേ ഡിവൈസസൊക്കെ ആയിട്ട് ഞാൻ വരാം. ബൈ.